KPCC അധ്യക്ഷൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് ഈ രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ ഭാഗം കൂടിയാണല്ലോ CPM. രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ CPM-നെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയൊക്കെയാണല്ലോ പ്രധാനമായും ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ ഉന്നയിച്ചത്. അത് കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങളാണ്. ശബരിമല സ്വർണ്ണ കള്ളക്കടത്ത് ഉൾപ്പെടെ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ CPM സ്വീകരിക്കുന്ന തെറ്റായ നയങ്ങൾക്കെതിരെയാണ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത്. അങ്ങനെ പറയുമ്പോൾ CPM-ന് അതിനെ പ്രതിരോധിക്കാൻ CPM ബാധ്യസ്ഥരാവുകയല്ലേ ചെയ്യുന്നത്? അത് ഞങ്ങൾ BJP എതിർത്തുകൊണ്ട് തന്നെയാണ്. CPM-നെ ചില നയങ്ങളെ എതിർക്കുമ്പോൾ തന്നെ BJP-യാണ് മുഖ്യശത്രു എന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിപാദിച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ സർക്കാരിനെ വിമർശിക്കുന്നത്. എന്നാൽ CPM-ന്റെ സമീപനം അതല്ല. ഒരു BJP ഒഴിവാക്കിക്കൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകുന്ന രാഹുൽ ഗാന്ധിയെ മാത്രം കടന്നാക്രമിക്കുക. ഒരു തുടർഭരണം LDF-ന് ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണോ BJP-യുടെ ലക്ഷ്യം? അതാണ്. അത് അവരോട് ചോദിക്കണം. അല്ല, ഈ രാജീവ് ചന്ദ്രശേഖരന്റെ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം കൂടുതലും എതിർത്ത് പറയുന്നത് കോൺഗ്രസിനെയാണ്. CPM-നെതിരെ കടുത്ത ആക്ഷേപങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല. അതിന്റെ സൂചന തന്നെയാണ്. ഈ പരസ്പര ബന്ധത്തിന്റെ സൂചനകൾ രണ്ടു ഭാഗത്തുനിന്നും പ്രകടമാകുന്നതാണ് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു സാഹചര്യത്തിൽ BJP CPM സഖ്യമെന്ന് ശക്തമായ ആരോപണം ഉന്നയിക്കുന്നത് യഥാർത്ഥത്തിൽ UDF മുസ്ലിം വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം. ഞങ്ങളെ വസ്തുതാപരമായ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുന്നതിൻ്റെ ഗൂഢ ലക്ഷ്യം എന്ത് എന്ന് അവർ വ്യക്തമാക്കണം. അതാ പറഞ്ഞത്.